السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യർക്കും 3 ജീവിതഘട്ടങ്ങളുണ്ട്. അതിൽ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. അതായത് ഹയാത്തുദ്ദുനിയ, ഇഹലോക ജീവിതം, അതൊരു ഘട്ടമാണ്. ഇഹലോക ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അത് ഒമൽ ഹയാത്തുദ്ദുനിയ ഇല്ല മത്താഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന ചരക്കുകൾ ഉള്ള ഒരു സ്ഥലത്തുള്ള ജീവിതം. എല്ലാം വഞ്ചിക്കുക, ഒരിക്കലും ഇതിന് യാഥാർത്ഥ്യമില്ല. എന്നാൽ പരലോകത്തെക്കുറിച്ച് പറഞ്ഞോട്ടൊക്കെ അള്ളാഹ് പറഞ്ഞത് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ പരലോകം സത്യമാണ്. അള്ളാഹുവിൻ്റെ നരകവും അൽ ഹഖു അൽ ജന്നത്തു ഹക്കുൻ വന്നാറു ഹക്കുൻ വൽ ഹിസാബു ഹക്കുൻ, വിചാരണ, നരകം, സ്വർഗം, ഇതെല്ലാം ഹക്കാണ്. പക്ഷേ യാഥാർത്ഥ്യമില്ലാത്തൊരു ലോകമാണ് ഇഹലോകം. വലിയൊരു സുഖമൊന്നും കിട്ടൂല ഇവിടെ. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ താൽക്കാലികമായ വഞ്ചിക്കപ്പെടുന്ന ഈ ദുനിയാവിനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ സാക്കൽത്തുമില്ലാർ, ഭൂമിയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുകയായി. അങ്ങനെ ജീവിക്കരുത്. പകരം മരണത്തെക്കുറിച്ച്, രണ്ടാമത്തെ ഘട്ടമാണ് മരണം, അല്ലേ? അതാണ് ബർസഖുൽ ആലം. ആദ്യത്തേത് ഇഹലോക ജീവിതം, രണ്ടാമത്തേത് നമ്മൾ ഈ ഭൂമിയിൽ പിറന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണല്ലോ ഇഹലോക ജീവിതം. ശേഷം മരണം തൊട്ട് പരലോകത്തെത്തുന്നവരെയുള്ള ജീവിതമാണ് ബർസഖുൽ ആലം, രണ്ടാം ഘട്ടം. മൂന്നാമതൊരു ഘട്ടമുണ്ട്, അതാണ് ഖിയാമത്ത് നാൾ. അവിടെ 3-ാം ഘട്ടം. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. അപ്പോൾ ഒന്ന് യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്ത ഒരു ലോകം, അതിലാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലാ യഗുറന്നക്കും, നിങ്ങൾ ഈ ദുനിയാവിൽ വഞ്ചിക്കപ്പെടരുത്. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മഹാവഞ്ചകനായ പിശാചു നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഈ 2 ലോകവും നശിപ്പിക്കലാണ് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആഗ്രഹിക്കുമ്പോൾ. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന്മാർ നന്നാവാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് തൻ്റെ രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ്, അതായത് മരണം. ആ ഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യൻ നന്നാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അക്സിറു ദിക്റ ഹാദിമില്ലദാത്ത്, സുഖഭോഗങ്ങളെ ആർത്തട്ടഹസിച്ച് ജീവിക്കുന്ന ജീവിതത്തെ ഇല്ലാതെയാക്കി തകർത്തെറിയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഏറ്റവും കൂടുതൽ അക്സിറൂന, നിങ്ങൾ ഓർക്കണം എന്നല്ല,
അതിന് ഉദുക്കുറു പറഞ്ഞാൽ മതി. നിങ്ങൾ ഓർക്കണം, മരണത്തെ ഓർക്കണം, പോരാ. അക്സിറു, നിങ്ങൾ ആ ദിക്ർ വർദ്ധിപ്പിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നബി പറയുന്നത് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ മരണത്തെക്കുറിച്ച് അങ്ങനെ ഓർക്കാറില്ല, വലിയ താല്പര്യമില്ല. മരണത്തെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല, കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കാൻ തന്നാൽ അതും ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്താ അങ്ങനെ വർദ്ധിപ്പിച്ചാലുള്ള ഗുണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 ഗുണം അതുകൊണ്ട് നമുക്കുണ്ടാവും. അതെന്താ? ഒന്ന്, റസൂലുള്ള പറയാ മൻ അക്സറ ദിക്റൽ മൗത്ത്, മരണചിന്ത ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ ഉക്രിമ ബി സലാസ, 3 അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിക്കും. ഉക്രിമ ബി സലാസയാവും, 3 കാര്യം അയാൾക്ക് ലഭിക്കും അനുഗ്രഹമായിട്ട് മരണത്തെക്കുറിച്ച് ഓർത്താൽ. എന്താ? ഒന്ന് റസൂലുള്ള പറഞ്ഞു തഅ്ജീലു തൗബ, പെട്ടെന്ന് തൗബ ചെയ്യും. മനുഷ്യന്മാർക്ക് തെറ്റ് വന്നാൽ സാധാരണ ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും മരണബോധമില്ലാത്ത ആളുകൾ നീട്ടിക്കൊണ്ടുപോവുക തൗബ. നേരെ മറിച്ച് മരണബോധം കൽബിൽ വന്നാലോ തഅ്ജീൽ തൗബ, തൗബക്ക് ധൃതി കാണിക്കും. അതാണ് ഒന്നാമത്തെ ഗുണം. അല്ലാത്തോലെന്താ വിചാരിക്കുക? ഹജ്ജിന് പോയിട്ട് അവിടുന്ന് തൗബ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ ഉംറക്ക് പോയിട്ട് അവിടുന്ന് തൗബ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ നോക്കാം. തെറ്റ് ചെയ്താൽ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, ഒരു തിന്മ നമ്മളുടെ ഭാഗത്ത് വന്നുപോയാൽ അപ്പം ഒന്നുകിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലെങ്കിൽ തൗബ ചെയ്യണം, അല്ലേ? ഈ കാര്യത്തിൽ ധൃതി കാണിക്കും ആര്? മരണചിന്തയുള്ള. അതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം നഷാത്തുൽ ഇബാദത്ത്, ആരാധനയിൽ ഉന്മേഷവാനാവും. അപ്പം നമ്മളൊക്കെ ഒന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് വലിയ റാഹത്തൊന്നുമില്ലല്ലോ, ഉണ്ടോ? ആരാധനയിൽ ഒരു ഉന്മേഷമൊന്നുമില്ല, അങ്ങനെ നിർവഹിക്കുന്നുള്ളൂ. എന്താ കാരണം? മരണബോധം ഉണ്ടാകുമ്പോഴേ ഇത് പഠിച്ചോനെ റസൂൽ എന്താ പറഞ്ഞത്? ഉദുക്കുരിൽ മൗത്ത ഫി സഫി സലാത്തി, നിസ്കരിക്കാൻ സഫിൽ നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നിന്റെ മരണത്തെ ഓർക്കണം. ജുമാക്ക് കൈയെട്ടുമ്പോൾ അസറിന് ഞാൻ ഉണ്ടാവില്ല എന്ന ചിന്തയോടുകൂടി കെട്ടണം. അപ്പം നമുക്ക് കുറച്ചുകൂടി തൗബ ചെയ്യാൻ, തെറ്റ് വന്നു പോകുമ്പോൾ തൗബ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യമോ നഷാത്തുൽ ഇബാദത്ത്, ഇബാദത്തിന് ഭയങ്കര ഉത്സാഹമായിരിക്കും, ഭയങ്കര ഉത്സാഹം ഉണ്ടാവും. മറ്റേങ്ങനെ നമുക്ക് മരണബോധമൊന്നുമില്ലാത്ത ആളുകൾക്ക്, മരിക്കാന്നുള്ള ചിന്ത ഇല്ലാത്ത ആളുകളെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? ഇദാ ഖുംതും ഇല സലാത്ത്, നമസ്കരിക്കാൻ നിന്നാൽ കാമു കുസാല, മടിയന്മാരായിട്ടാണ് നിൽക്കുക. മരണബോധമുള്ളവനോ അവനക്ക് മടി ഉണ്ടാവില്ല, അവന് ഭയങ്കരമായി അള്ളാഹിനോടാണ്ട് മുറിഞ്ഞു വീഴും, അള്ളാഹുലേക്ക് മുറിഞ്ഞു വീഴും. നിസ്കരിക്കാൻ കൈയെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ അദ്ദേഹം അള്ളാഹിൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് യാതൊരു ബോധവും ഇല്ലല്ലോ. നമ്മൾ ഇവിടുന്ന് കൈയെട്ടിയാൽ സലാം വീട്ടിൽ ചിലപ്പോൾ അബുദാബിന്നായിരിക്കും, വേറെ ചിലർ സലാം വീട്ടിൽ അവനവൻ എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ എവിടെയും പോകാലോ. പുതിയറ പള്ളിയിൽ നിന്ന് കൈയെട്ടിയാലും എന്താ കാരണം? ഒരു മടിയനാണ്. ഇതെന്തിനാണ് നിർവഹിക്കുന്നത്? എൻ്റെ നമസ്കാരം പഠിച്ചോനെ നാളെ പരലോകത്ത് വിചാരണ ഉണ്ട്, അവിടെ മറുപടി പറയാനുള്ളതാണ്. ഇതിൽ വരുന്ന തെറ്റുകൾക്ക് ഞാൻ അള്ളാഹിനോട് മറുപടി പറഞ്ഞെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അപ്പോഴാണ് നഷാത്ത് ഉണ്ടാകുക. മറ്റതെങ്ങനെയെങ്കിലും ഒരു ആരെയോ കാണിക്കാൻ വേണ്ടി, അല്ലേ? നമസ്കാരത്തിന് അത്ര വലിയ താല്പര്യമില്ല. എന്താ കാരണം? മരണബോധം ഇല്ലാത്തതുകൊണ്ടാണ്. മരണബോധം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മരിക്കാൻ സമയമായ ഒരാൾ, അയാൾക്ക് ഉന്മേഷം ഉണ്ടാവില്ലേ? ഒരു ക്യാൻസർ രോഗി നിസ്കരിക്കുന്നു, അയാൾക്ക് എത്ര ഉന്മേഷം ഉണ്ടാവില്ലേ? അയാൾക്ക് ഇനി ചിന്ത എന്താ? നിന്റെ നിമിഷങ്ങൾ എണ്ണിക്കഴിഞ്ഞു. സാധാരണ രീതിയിൽ തന്നെ എണ്ണിക്കഴിഞ്ഞു നമ്മളുടെ. പക്ഷെ നമ്മൾക്ക് എണ്ണിക്കഴിയണമെങ്കിൽ വലിയ എന്തെങ്കിലും രോഗം വരണം. വില കൂടിയ രോഗങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് ഒരു ലേശം ചിന്ത വരിക. പക്ഷെ അത് പോരാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷാത്ത് ഉണ്ടാവണം, ഈ ഭാഗത്തിൽ ഒരു ഉന്മേഷം. അത് ഉണ്ടാവണം. എന്ത് വേണം? മരണചിന്ത ഉണ്ടാവണം. ഞാൻ എപ്പോഴും മരിക്കും, എവിടെ വെച്ചാൽ മരിക്കാന്നറിയില്ല, അല്ലേ? ഒമാത്തതിരി നെഫ്സുൻ ബി അയ്യ അറിയിൻ തമ്മൂത്ത്, ഈ ഭൂമിയിൽ വെച്ച് മരിക്കുന്ന ആർക്കും അറിയില്ല. അറിയോ? ഇവിടെ പുതിയ ജനിച്ച ആൾ ഇവിടെ തന്നെ മരിച്ചോളുന്നില്ല. എങ്ങനെയാ മരിക്കാന്ന് അറിയോ? അതും അറിയില്ല. എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അറിയോ? നമ്മൾ എവിടെ വെച്ച് മരിക്കും അറിയില്ല. വെള്ളത്തിൽ വീണാണോ മരിക്കുക അറിയില്ല, കരണ്ട് പിടിച്ച് മരിക്കുകയോ ഇല്ല, വണ്ടിക്ക് കുടുങ്ങി മരിക്കുകയോ അറിയില്ല, രോഗം വന്നാണോ മരിക്കുക, ഏത് തരം രോഗം വന്നു മരിക്കുക, എവിടെ കിടന്ന് മരിക്കേണ്ടി വരും. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചാൽ മതി, എന്നാൽ ഓക്സിജൻ തരുമല്ലോ എന്ന്. അവൻ്റെ ചിന്ത അതാണ്. മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയാലേ പൈസ ഇല്ലാണ്ട് ഓക്സിജൻ കിട്ടുമല്ലോ. അപ്പം അത് മരണചിന്തല്ല, അത് മൂപ്പര് അപ്പോഴും സൂഹിക്കാനുള്ള അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത് അറിയോ? നഷാത്തുൽ ഇബാദത്തുണ്ടാവും. ഇനിയോ മൂന്നാമത്തെ ഉപകാരം കനാഅത്തുൽ ഖൽബ്, അല്ല തന്നയിൽ തൃപ്തി തോന്നും.
എന്താണോ തന്നത്. ഇപ്പം നമുക്ക് എന്ത് തന്നാലും തൃപ്തിയില്ലല്ലോ, ഉണ്ടോ? എനിക്കതില്ല, ഇതില്ല, ഇല്ല 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 എന്നല്ലാണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ പറയില്ല. ഒരു വിശ്വാസി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലയിൽ മാത്രമേ ഇല്ല എന്ന് പറയുള്ളൂ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവിടെ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട് എന്നാണ്. പക്ഷേ വിശ്വാസി അല്ലാത്തോലോ എത്ര അല്ലാഹു തന്നാലും എന്തെല്ലാം അനുഗ്രഹം തന്നു, ഏതെങ്കിലും അനുഗ്രഹത്തിൽ തൃപ്തരാണോ? അല്ല. നമുക്ക് കുടുംബം തന്നു, വീട് തന്നു, ആരോഗ്യം തന്നു, വാഹനം തന്നു, അസുഖമില്ലാത്ത ജീവൻ തന്നു. ഇതൊക്കെ നമുക്ക് തന്നിട്ടും നമുക്ക് എന്നിട്ട് പോരാ, അല്ലേ? നമുക്ക് തൃപ്തരല്ല. എന്താ കാരണം? നമ്മൾ മരിക്കണം, അള്ളാഹിനോട് ഇവിടെ ജീവിക്കുന്ന ഞാൻ ലക്ഷ്യം മറന്നുപോയി. മരിക്കലാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. ഇവിടെ ജനിച്ചോലൊക്കെ മരിക്കും, അല്ലേ? എന്നുള്ള തീയതി മാത്രമേ അറിയേണ്ടുള്ളൂ. അതാണല്ലോ പറഞ്ഞത്. എപ്പോഴാണ് ഡേറ്റ് എന്ന് അറിയില്ല, ബാക്കിയൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് പിന്നെ മറ്റൊരു വിശേഷണം പറഞ്ഞത് അറിയാം, മരണബോധം ഉണ്ടായാൽ കല്ല ഹസദുഹു, മറ്റുള്ളവരിലുള്ള അസൂയ കുറയും. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമ്പം നമ്മളെ മനസ്സിൽ വരുന്ന അസൂയ ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല മരണബോധമുള്ള ആൾക്ക്. എനിക്ക് മരിക്കണം, അയാൾക്കും മരിക്കാനുള്ള, പിന്നെ അയാൾക്ക് എന്തുണ്ടായാലും എനിക്കെന്താ, അയാൾക്കും എനിക്കും ഉണ്ടാവേണ്ട പരലോകാണെന്നുള്ള ചിന്ത ഉണ്ടാവും. മരണം റാഹത്താവണം, അല്ലേ? അൽ മൗത്തു റാഹത്തുല്ലിൽ മുമ്പ്, വിശ്വാസിക്ക് ആശ്വാസമാണല്ലോ മരണം. മരണത്തോടു കൂടി അവൻ ആശ്വാസത്തിലേക്ക് പോവാണല്ലോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, അല്ലേ? അല്ലേ? മറ്റേ ഇവിടെ പ്രശ്നമാണ്. ഇവിടെ ജീവിക്കും കാലം കുടുംബ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, അങ്ങനെ സാമ്പത്തിക പ്രശ്നമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്. അതിൽ നിന്നെല്ലാം മോചനം നേടിയുള്ളൊരു യാത്രക്കാണ് നമ്മൾ മരണം എന്നറിയാം. അങ്ങനെ ആവണം. അതുകൊണ്ടാണ് അൽ മൗത്തു റാഹത്തുൽ മുഅ്മിൻ, വിശ്വാസിക്ക് ഭയങ്കര ആശ്വാസമാണ് മരണം. ഇനിയൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളില്ല, ഒന്നിലും ഇടപെടേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല, അള്ളാനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചു അവസാനമായി യാത്ര പോവുകയാണ്. അപ്പോൾ പിന്നെ കല്ല ഫറഹു, മരണബോധം ഉണ്ടായാൽ കല്ല ഫറഹു, വല്ലാത്ത പുളകിതമായ ജീവിതം ഉണ്ടാവില്ല, അത് കുറയും. എപ്പോഴും സുഖിക്കണം, ആനന്ദിക്കണം, ആഹ്ലാദിക്കണം എന്നുള്ള ചിന്ത പോകും മരണബോധം ഉണ്ടായാൽ. പക്ഷേ സാധാരണഗതിയിൽ ഒരുവിധം ആൾക്കൊന്നും മരണബോധം വരില്ല കേട്ടോ, അത് ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്. എന്നാലോ അത് മറന്നാലോ റസൂൽ പറയാം, ഒമൻ നസിയൽ മൗത്ത്, മരണബോധം മറന്നു ജീവിച്ചാൽ ഊക്കിബ ബി സലാസ്, 3 കാര്യം തന്നെ അവനക്ക് ബുദ്ധിമുട്ടിലാവും. എന്താ? ഒന്ന് തസ്വിയത്തു തൗബ, തൗബ നീട്ടിവെക്കും, തൗബ പെട്ടെന്ന് നടക്കൂല, നീട്ടിവെക്കും. പിന്നെ തെർക്കുറില ബിൽ കഫാഫ്, അള്ളാഹു കൊടുത്തതിൽ തൃപ്തിയില്ല ഉണ്ടാവും. എന്ത് കൊടുത്താൽ തൃപ്തിയില്ലാത്ത അവസ്ഥ, മരണബോധം ഇല്ലാത്ത ആൾ. തക്കാസുർ അൽ ഇബാദ, ആരാധനയിൽ ഭയങ്കര ആലസ്യം, തക്കാസുർ, മടി ഉണ്ടാവും. നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞ ഒരു മടിയാണ്, എന്തൊരു പ്രയാസം. അപ്പം റമദാനിന്, അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ലാ തെക്കൂനു റമദാനിയീൻ കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അള്ളാഹിന്റെ വിനയാന്യരായ ദാസന്മാരാവണം, റമദാനിന് വേണ്ടി മാത്രം ഒരുങ്ങുന്നവരാവരുത്, അല്ലേ? ഓലൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മുസ്ലിങ്ങൾ, മുഹ്ബിത്തീങ്ങൾ, മുത്തക്കീങ്ങൾ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോയി. പള്ളിയിൽ സ്ഥലമതിയാവില്ലോ വെള്ളിയാഴ്ച, അല്ലേ? അപ്പം ഒക്കെ കൊഴിഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് തക്കാസുൽ ഇബാദത്ത്, മരണബോധം നഷ്ടപ്പെട്ടാൽ ആരാധനയിൽ ആലസ്യം വരും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി കൊടുത്തൊരു ഉപദേശമുണ്ട്, ഭയങ്കര ഉപദേശമാണ്. ഇദാ അസ്ബഹത ഫലാ തൻതൽ മസാജ്, ഇബ്നു ഉമറേ, നീ വൈകുന്നേരം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും രാവിലെ ജീവിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. വൈദാ അംസൈത ഫലാ തൻതൽ സബാ, നീ വൈകുന്നേരം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പം ചെയ്യാമെന്ന് പ്രതീക്ഷിക്കേണ്ട, കിട്ടിക്കോളുന്നില്ല. അപ്പോൾ വൈകുന്നേരം കിട്ടിയാൽ രാവിലത്തേക്ക് നീ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട, രാവിലെ കിട്ടിയാലോ വൈകുന്നേരം ഉണ്ടാവുന്നത്. കാരണം അത്ര പെട്ടെന്നാണ് നമ്മളുടെ ടൈം പോകുന്നത്, അല്ലേ? ഓരോ നിമിഷവും മരണത്തിലേക്ക് അടുക്കുകയാണ്, അള്ളാഹ് തന്ന അവധിയിലേക്ക്, അല്ലേ? നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശ്വാസവും നമ്മളെ നരകത്തിലേക്കോ മരണത്തിലേക്കോ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധം നമുക്കുണ്ടാവണം, എപ്പോഴും ആ ഓർമ്മ വേണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുക, മരണത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ശക്തമായ മുന്നറിയിപ്പ് കേട്ടുവെക്കാം. റസൂലുള്ളാഹി പറയാണ്, ബാദിറു ബിൽ അഅ്മാലി സബ്അൻ, മരണത്തിന്റെ മുമ്പ് 7 കാര്യം വരുന്നതിന് മുമ്പായി നിങ്ങൾ 7 കാര്യങ്ങൾക്കായിട്ട് അധ്വാനിക്കണം. ഭയങ്കര ബാദിറു എന്ന് പറഞ്ഞാൽ സാരിയു എന്നാണ്, ധൃതി കാണിക്കണം, അങ്ങേറ്റത്ത് ധൃതി കാണിക്കണം. 7 കാര്യങ്ങൾക്ക് വരുന്നതിന് മുമ്പ്, മരണത്തിന് മുമ്പ്. എന്താ? ഹൽ തൻതലിറു ഇല്ലാ ഫഖറൻ മുൻസിയ, നന്നാവാൻ നിങ്ങൾ കാത്തുക്കുന്നത് എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യമാണോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നത്. ദാരിദ്ര്യം വന്നാൽ സാധാരണഗതിയിൽ മനുഷ്യർക്ക് മരണബോധമോ നന്നാവാനുള്ള ചിന്തയോ ഉണ്ടാവില്ല, ഉണ്ടാവുമോ? ഇവിടെ അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള ആളുകൾക്ക് ഒരിക്കലും തന്നെ
അള്ളാഹുലേക്ക് അടുക്കണമെന്നോ മരണബോധോ ഒന്നും ഓൽക്കുണ്ടാവില്ല. ഓലങ്ങനെ നിൽക്കും. ഏത് ഏക്കുൽ ആ മനുഷ്യന്മാരെങ്ങനെ കമാ തേക്കുല്ലം അനാം നാക്കാലികൾ തിന്നത് പോലെ തിന്നും. എത്തമത്തവും അവർ സൂയിക്കും. അവർ കയ്യിൽ കഴിഞ്ഞ് വേറെ ലോകമൊന്നുമില്ല. അവർ മരണചിന്തയൊന്നും ഉണ്ടാവില്ല. മുസ്ലിങ്ങളോ മൂമിനുകളായ ആളുകളോ അള്ളാഹിനോട് ദ്വാരക്ക എന്താ? അല്ലാഹുമ്മന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫർ. ഫഖറും കുഫറും അടുത്തടുത്ത്. അതുകൊണ്ട് അത് രണ്ടിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തരാം. ദാരിദ്ര്യം വന്നാൽ കുഫറിലേക്ക് പോകും. മനുഷ്യന്മാർക്ക് ദാരിദ്ര്യം വന്നാലേ അള്ളാഹിനെ അംഗീകരിക്കാൻ പെട്ടെന്ന് കഴിയൂല. ഇപ്പം നിങ്ങളുണ്ടല്ലേ പല ചോദ്യങ്ങളും. മറ്റേ കുട്ടിനെ കൊന്നവനാണോ കാരുണ്യവാൻ? ചെറിയ പൈതം മക്കളെ കൊല്ലുന്നവനാണോ ആ ആളാണോ? ഈ ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണി കിട്ടുവാനാണോ കാരുണ്യവാൻ? നിരീശ്വരവാദികളായ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലേ നിങ്ങൾ. ഞാൻ അതിലേക്ക് കിടക്കുന്നതിൻ്റെ വിഷയമല്ല. അപ്പം മനുഷ്യന്മാർക്ക് അങ്ങനെ താറാറുണ്ട്. അപ്പം എല്ലാം മറപ്പിക്കുന്ന അള്ളാഹിനെയും മറക്കും, പരലോകം മറക്കും, ഖബറ് മറക്കും, കുടുംബം മറക്കും, ഭാര്യനെ മറക്കും, മക്കളെ മറക്കും. എല്ലാം മറന്നു പോകുന്ന ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് മരണചിന്ത ഉണ്ടാവണം. പിന്നെ ഔ ഗിനൻ മുത്തഖിയൻ, ആരെയും അംഗീകരിക്കാത്ത സമ്പന്നത. ആരെയും അംഗീകരിക്കില്ല, ധിക്കാരിയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. നയാപൈസ ഇല്ലാത്ത സമയത്ത് അള്ളാഹിനോട് ശുക്ർ കാണിച്ച് ജീവിച്ച ആളുകൾ മുക്കാല് കൂടിയപ്പോൾ ഭയങ്കരമായിട്ട് അഹങ്കാരം വന്നോലെ കണ്ടു നിങ്ങൾ? കാണണ്ട. ഞാൻ നോക്കിയാൽ മതി. എനിക്ക് മുക്കാലില്ലാത്ത സമയത്ത് ഞാൻ നല്ല മനുഷ്യനായിരിക്കും. കുറച്ചൊക്കെ ശുക്ർ അള്ളാഹിനോടുണ്ടാവും. എനിക്ക് മുക്കാല് കൂടിയപ്പോഴോ പിന്നെ അള്ളാഹിലേക്ക് മടങ്ങാന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ആ ഉസ്തകന, ഞാൻ സ്വയം പര്യാപ്തനാവും. ഇന്ന ഇലാ റബ്ബിക്ക റുജ, മടക്കം റബ്ബിലേക്കുള്ള എന്ന ബോധം എന്നിൽ നിന്ന് പോയി പോകും. ഇന്ന ഇലാ റബ്ബിക്ക റുജ, മടക്കം റബ്ബിലേക്ക് എന്നുള്ള ബോധം ഉണ്ടാവില്ല. എല്ലാം നേടുമ്പോൾ അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ ഔ ഗീനൻ മുത്തഖിയൻ, എല്ലാം ധിക്കാരപൂർവ്വം ചിന്തിക്കുന്ന ഒരു സമ്പന്നത. അതിപ്പം മുക്കാല് കൂടുതലുള്ള ആളുകൾക്ക് എന്തായിരുന്നാലും ഒരല്പം ധിക്കാരം ഉണ്ടാവും അല്ലേ? അതുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി. പക്ഷെ അതില്ലെങ്കിൽ ഒരു മഹാഭാഗ്യവാന്മാരാണ്. സമ്പന്നതയില്ലാത്ത ആളുകൾ ധിക്കാരം കാണിക്കാണ്ടൊക്കെണ്ടും സമ്പന്നതയുള്ള ആളുകൾ ധിക്കാരം കാണിക്കാണ്ടിരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, മരണത്തിന്റെ മുമ്പ് സമ്പന്നത വല്ലാതെ കൂടിയാൽ മരണബോധമൊന്നും വരാൻ വലിയ പ്രയാസമാണ്. ഇനിയോ ഔ മർലൻ മുഫ്സിദൻ, അല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാക്കുന്ന രോഗം. പിന്നെ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യാൻ ടൈം കിട്ടുമോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സഹിക്കാനാവാത്തൊരു തലവേദന, എന്താ നമ്മൾ പറയുക, ബ്രെയിൻ ട്യൂമർ അല്ലേ? ഒരു ബ്രെയിൻ ട്യൂമർ വന്നങ്ങനെ ഉണ്ടാവും. പിന്നെ മരണബോധമൊന്നും വരില്ല. അള്ളാഹിലേക്ക് അടുക്കാൻ നന്മ ചെയ്യാനും ടൈം ഉണ്ടാവില്ല, കഴിയൂല. അത്രമാത്രം വേദന തിന്നാണ്. അല്ലെങ്കിലോ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പം അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന രോഗമാണ്. അത് മറലൻ മുഫ്സിദൻ. അപ്പം സഹിക്കാത്ത ആവാത്തൊരു തലവേദന വന്നാൽ മതി. അപ്പം നമ്മൾ പറയും ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറാണ്. പിന്നെ അയാൾക്ക് മരണചിന്ത നന്മ ചെയ്യാനോ കഴിയൂല. ഒന്ന് ഖുർആൻ തോരാൻ കഴിയുമോ? ബ്രെയിൻ ട്യൂമറുള്ള ഒരാൾക്ക് ഇല്ല. ഒരു ദിക്ർ നിർവഹിക്കാൻ കഴിയോ? ഇല്ല. ആരോഗ്യമുള്ള സമയത്ത് ദിക്ർ ചെയ്യാൻ പറഞ്ഞാലോ കഴിയൂല. എന്താ കാരണം? അവനക്ക് മരണബോധമില്ല. അപ്പം നന്മ ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹിനോട് ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ, അള്ളാഹിന് നിങ്ങൾ ധാരാളമായി ദിക്ർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കഴിയൂല. എന്താ കാരണം? അവനക്ക് മരണബോധമില്ല. നേരെ മറിച്ച് മരണബോധമുള്ള ആൾക്കോ ദിക്ർ ചെയ്യാൻ കഴിയും കേട്ടോ. ഔ മർലൻ മുഫ്സിദ്. അപ്പൊ ക്യാൻസർ ആവാം, മാരകമായ മറ്റു രോഗങ്ങളാവാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അള്ളാഹിലേക്ക് നന്മ ചെയ്യാനുള്ള അവസരം കിട്ടൂല. പിന്നെ മരണസമാനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഖുർആൻ ഓതാൻ കഴിയോ? ഇല്ല. അയാൾക്ക് നിസ്കരിക്കാൻ കഴിയോ? ഇല്ല. സുജൂദ് ചെയ്യാൻ കഴിയോ? ഇല്ല. റുക്കു ചെയ്യാൻ കഴിയോ? അങ്ങേയറ്റത്തെ വേദന സഹിക്കുക. അപ്പം അതിൻ്റെ മുമ്പ് എന്ത് വേണം? നന്മയിലേക്ക് തിരിക്കുക. അതാണ് ബാദിറു ബില്ലാഹി മാലി സബൻ. 7 കാര്യം വരുന്നതിന് മുമ്പായി നന്മയിലേക്ക് ധൃതി കാണിക്കണം. അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മർലം മുഫ്സിദ്. പിന്നെ റസൂല പറഞ്ഞ വാക്കെന്താ അറിയോ? ഔ ഹറമൻ മുഫ്നിദൻ. അതായാലും വലുതാണ്. അത് പ്രായാധിക്യം. ഹറമൻ മുഫ്നിദ് പറഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാർ വീട് എവിടെയെന്ന് അറിയില്ല, പേരെന്താണെന്ന് വെച്ചാൽ അറിയില്ല. അതാണ് ഹറമൻ മുഫ്നിദൻ. പിച്ചിയും പേയും പറയുന്ന വാർദ്ധക്യം. പിന്നെ നന്മ ചെയ്യാച്ച കഴിയൂല. ഈ 7 കാര്യം വരുന്നതിന്റെ മുമ്പ് വേണമെങ്കിൽ അള്ളാഹിനൊക്കെ അടുക്കാൻ. മനസ്സിലെ? അപ്പൊ ഹറമൻ മുഫ്നിദ് പറഞ്ഞാൽ ഓർമ്മയില്ലാത്ത പ്രായം, കണ്ണ് കാണാത്ത പ്രായം. അല്ലെങ്കിലോ ഭക്ഷണം കഴിച്ചോ ഇല്ലയെന്ന് അറിയില്ല, ഒന്നും ഉണ്ടാക്കിയോ ഇല്ലയെന്ന് അറിയില്ല, നിസ്കരിച്ചോ ഇല്ലയെന്ന് അറിയില്ല. നിസ്കരിച്ചോ വെച്ചാൽ ഉണ്ട് അറിയും. ഉണ്ടല്ലേ? എന്താ കാരണം? അതൊരു പ്രത്യേക പ്രായ. ഇതൊക്കെ വരുന്നതിന്റെ മുമ്പ് വേണം എന്ത് ചെയ്യാൻ? അള്ളാഹിലേക്ക് അടുക്കാൻ കേട്ടോ.
മരണബോധം ചിന്തിച്ചുകൊണ്ട് അള്ളാഹിലേക്ക് അടുക്കണം. ഈ 7 കാര്യം വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഖുർആൻ ഓതാൻ കഴിയോ? ഇല്ല. ഒരു സുജൂദ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കഴിയോ? ഇല്ല. കാരണം എന്താ? അയാളുടെ തലച്ചോറ് കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. എവിടെ നിൽക്കുന്ന സുജൂദിലാണോ പള്ളിയിലാണോ അറിയില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. അങ്ങനത്തെ ആൾക്കാർ കണ്ടില്ല ഇല്ല. ഇതൊക്കെ നാളെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാം. അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങളിൽ തൊട്ട് നമ്മെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് റസൂലിന്റെ പ്രാർത്ഥനയിൽപ്പെട്ടാണ് അല്ലാഹുമ്മ അഊദു ബിക മിൻ അർദലിലുണ്ട്. ഇത്തരം പ്രായം അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുക. എന്ത് പിച്ചും പേയൊക്കെ പറയുന്ന പ്രായം, അങ്ങനെയുള്ള രോഗങ്ങളും. ഇനി അടുത്തോ എന്താ? ഔ മൗത്തൻ മുജിഹിസൻ, ആകസ്മികമായി ഉണ്ടാകുന്ന മരണം, പെട്ടെന്നുണ്ടാകുന്ന. ഇപ്പൊ ഒരു മിന്നൽ, ഇപ്പൊ എത്രയോ ആളുകൾ മിന്നൽ മരിച്ചില്ലേ അല്ലേ? എത്ര ആളുകൾ മരിച്ചില്ലേ? ഇപ്പൊ ഇന്നലെയൊക്കെ മിന്നൽ ഉണ്ട് ഇവിടെ അല്ലേ? ഈ ആരുടെ നേരെയാണ് മിന്നൽ ആർക്ക് ബാധിക്കും പറയാൻ കഴിയില്ല. അത് മതി, അതോടുകൂടി കഴിഞ്ഞില്ലേ? ഒരു സെക്കൻഡോട് കഴിയില്ലേ? അതല്ലേ ആകസ്മികമായി ഔ മൗത്തൻ മുജിഹിദൻ, കരണ്ട് പിടിക്കുക, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ പാമ്പ് പിടിക്കുക, അല്ലെങ്കിൽ പുഴയിൽ മുങ്ങി മരിക്കുക അല്ലേ? അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കൊല്ലുക. ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എന്താണ്? മൗത്തൻ മുജിഹിദാണ്, ആകസ്മികമായി ഉണ്ടാകുന്ന മരണം. പിന്നെ ആ മരണത്തിലേക്ക് പോയ ഒരാൾക്ക് അള്ളാഹിലേക്ക് അടുക്കാനോ അള്ളാഹിനെ കുറിച്ച് ഓർക്കാനോ ഒന്നും സമയമില്ല. കഴിഞ്ഞില്ലേ? എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു. പിന്നെ അവി ദജ്ജാൽ ഫഷറുൻ ഗായിബ്, കുഴപ്പക്കാരനായ ദജ്ജാൽ വരുന്നതിന് മുമ്പ്. ദജ്ജാൽ വന്നാൽ പിന്നെ നന്മ ചെയ്യാൻ കഴിയാം. അവിസാ ഫസാഅത്തു അദ്ഹാവാമർ, അല്ലെങ്കിൽ അന്ത്യദിനം വരുന്നതിന് മുമ്പ് നമ്മൾ നന്നാവണം. ഇത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന, കിഴക്കുന്ന് ഉദിക്കുന്നതിന് പകരം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണല്ലോ അന്ത്യദിനം. ആ ദിവസം വരുന്നതിന് മുമ്പായി അത് ഫസാഅത്തു അദ്ഹാവാമർ, ഏറ്റവും കൈപ്പേറിയതും തിക്തവുമാണ്. അതുകൊണ്ട് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് മരണത്തെക്കുറിച്ച് ഓർത്ത് വളരെ മനോഹരമായ ജീവിതത്തേക്ക് മാറണം. അല്ലാതിരുന്നാലോ, ഇതൊന്നും ചെയ്യാണ്ടിരിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു സ്വഭാവം എന്താ വെച്ചാൽ, ഒരു മരിക്കുന്നതുവരെ അള്ളാഹിലേക്ക് മടങ്ങൂല. എന്നിട്ടോ ഒരു മരിക്കാൻ നേരത്ത് അള്ളാഹിലേക്ക് ഭയങ്കരമായിട്ട് നന്നാകാൻ വേണ്ടി ശ്രമിക്കും. നടക്കുമോ? പഠിച്ചോണ്ട് അതാ പറയാ, പഠിച്ചോനെ മലക്കുൽ മൗത്ത് നമ്മളെ നേരെ ഇങ്ങോട്ട് വന്നു കൊണ്ടുപോകാൻ, ഇതെല്ലാം കഴിഞ്ഞു. സാധാരണഗതിയിൽ റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? യഹ്റമു ഇബ്നു ആദം, ആദമിന്റെ മക്കൾക്ക് വാർദ്ധക്യം പ്രാപിക്കും, വാർദ്ധക്യം വരും. അപ്പോഴോ തെഷിബു മിൻഹു ഇസ്നത്താൻ, 2 കാര്യം യൗവനം പ്രാപിക്കും. നമ്മൾ പറയല്ലേ 17ന്റെ നിറവിൽ നിന്നും ആ നിറവിലേക്ക് മാറും. പ്രായം കൂടുന്ന ആദമിന്റെ മക്കൾക്ക് 2 കാര്യം യൗവനം പ്രാപിക്കുക. എന്തൊക്കെ? ഒന്ന് അൽ ഹിർസു അലൽ മാൽ, പൈസനോടുള്ള അത്യാർത്ഥി, ഭയങ്കര അത്യാർത്ഥി ഉണ്ടായത്. ഒരു ഹിർസു അലൽ ഉംർ, ഒന്നും കൂടി വയസ്സ് കൂടി കിട്ടാൻ ഭയങ്കര ആഗ്രഹം. വയസ്സായ ആളുകൾ ഇപ്പൊ 90 വയസ്സായ ആളാണെങ്കിലും ഒരു കുറച്ചൊക്കെ ആരോഗ്യം ഉണ്ട്, എന്താ പറയാ, ഒരു 100 ആയിട്ട് പോയാൽ മതി, ഒരു 10 കൊല്ലം കൂടി അല്ലേ? എല്ലാവരും 10 ആഗ്രഹിക്കുന്നു. 20 എന്താ പറഞ്ഞത്? ഒരു 30 വരെ മരിക്കൂല എന്നുള്ള ചിന്ത ഉണ്ടോ? നടത്തുവോ? 30 എന്താ വിചാരിക്കുന്നത്? 40 കിട്ടുന്ന ഒന്നുമില്ല. അള്ളാഹിന്റെ ടൈം ഇങ്ങോട്ട് വന്നാൽ ഇതാജാജലും ലാ യസ്തഖിറുന സാഅത്തൻ വലാ യസ്തഖ്ദിമുൻ, ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് പിന്നോട്ടോ ഉണ്ടാകും. ടൈം കഴിഞ്ഞാൽ വന്ന അപ്പം പോകണം, അവസാനത്തെ ശാസ്ത്രത്തിൽ പോയിക്കോളുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വത്തഖു യൗമ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിച്ചോൾട്ടോ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടങ്ങുന്ന ദിവസമാണിത്. എന്തിനാ മടങ്ങുന്നത്? സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്, ഈ ദുനിയാവിൽ വെച്ച് ഖൈറായാലും ഷർറായാലും എന്ത് സമ്പാദിച്ചോ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം തരാൻ വേണ്ടി അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണം. സൂറത്ത് അൽ ബഖറയിൽ 281 ആയത്താണ്. ഒന്ന് പരിശോധിച്ചു കിട്ടും. ജുമാ കഴിഞ്ഞാൽ പോയി നോക്കാലോ. 281 ആയത്തിൽ അൽ ബഖറയിൽ പറഞ്ഞാൽ ഒത്തക്കു, അത് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്താണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഒത്തക്കു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടക്കുന്ന ദിവസത്തെ സൂക്ഷിക്കണം. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ഒരു അനീതിയും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തിന് അള്ളാഹിന്റെ ശിക്ഷ ഇട്ടുകയോ, നിങ്ങൾ പറയാത്തൊരു കാര്യത്തിന് വലിയ ശിക്ഷ ഇട്ടുകയും ചെയ്യാവില്ല. ഒരു അനീതിയും അവിടെ ഉണ്ടാവില്ല. അവിടെ നീതിന്റെ സ്ഥലമാണ് പരലോകം. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരുവിധം ആളുകൾ മരണത്തിനോടടുക്കുമ്പോൾ മരണ ഒട്ട അല്ലേ? എവിടെ പോയാൽ കഴിച്ചിലാവുന്നു അല്ലേ? ചിലവർ പറയും അമേരിക്കയിൽ പോയാൽ കഴിച്ചിലാവോ, റഷ്യയിൽ പോയാൽ കഴിച്ചിലാവോ, അല്ലെ ഇന്ന ഡോക്ടറെ കാണിച്ചാൽ കഴിച്ചിലാവോ? ഒന്നും കഴിച്ചില്ലാവല്ലോ. അല്ല പറയാ, കുൽ പറഞ്ഞേക്ക് നബിയെ ഈ മനുഷ്യന്മാരോട് എന്ത്? ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ മരണത്തെ പേടിച്ചോടുകയാണ്.
മരണം ഓട്ടാണ്. തഫിറൂന മിൻഹു ഫൈന്നഹു മുലാഖീക്കും, അത് നിങ്ങളെ പിടികൂടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെ ആയിരുന്നാലും പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യറ, അതിശക്തമായ കോട്ടകൊത്തളങ്ങളിൽ ഏറുപോലും കടക്കാത്ത ഒരു കൊട്ടാരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാലും അവിടെ വരും മലക്കുൽ മൗത്ത്. അതാ യുദ്രിക്കുമുൽ മൗത്ത്. അതിന് വ്യത്യാസമില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനം. നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത്, മരണം അല്ലാഹു തീരുമാനിച്ചതാണ്, മരിച്ചേ പറ്റൂ. എന്തിനാ? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്താണോ സമ്പാദിച്ചത് അതുവരെ മരണബോധമൊന്നും ഇല്ലാണ്ട് ജീവിച്ചു, മരണചിന്ത ഉണ്ടായില്ല. നമ്മൾ ഇരിക്കുന്നപ്പോൾ എനിക്കടക്കമുള്ള ആളുകൾക്ക് മരണം വലിയ രോഗമൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ വെറും പ്രതീക്ഷ എന്താ അറിയോ? രക്ഷപ്പെടുന്നു മാത്രമാണ്. മരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരാറില്ല. ഉണ്ടോ? പഠിച്ചോനെ ഈ രോഗത്തിൽ ഞാൻ മരിക്കൂല, ആ ഡോക്ടറെത്താ പോകുന്നത്, ഈ മരുന്നാ കഴിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്താ പോകുന്നത്, നടക്കൂല കേട്ടോ. അതുകൊണ്ടാ ഖുർആൻ പറയുന്നത്, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. ഫൈന്നഹു മുലാഖീക്കും, അത് നിങ്ങളെ പിടികൂടുന്നതിനാ. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിങ്കിലേക്കാണ് നിങ്ങളെ മടക്കുക. ഈ മരിക്കുക എങ്ങോട്ടാ പോണത്? എല്ലാം അറിയുന്ന, നമ്മളുടെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്ന റബ്ബിലേക്കാണ് ഈ മയ്യത്ത് പോണത്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. എന്താ പറയാ? ഇതൊക്കെ അറിഞ്ഞ റബ്ബ്. സാധാരണ നമ്മളൊക്കെ പല ആളുകളും ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുണ്ടണ്ട അറിയില്ല. അല്ലാഹനല്ല. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച എന്തൊക്കെയാണെന്ന് അള്ളാഹു അവിടെ നിങ്ങൾക്ക് അറിയിച്ചു തരും. ഇന്നൊക്കെ ചെയ്തില്ലേ, ഇന്ന ഭൂമിയിൽ വെച്ച് ചെയ്തില്ലേ, ഇന്നോടത്ത് വെച്ച് കള്ളുടിച്ചില്ലേ, ഇന്നോടത്ത് വെച്ച് ഇന്ന ചെയ്തില്ലേ, കട്ടില്ലേ, മോഷ്ടിച്ചില്ലേ, വഞ്ചിച്ചില്ലേ, മറ്റവന്റെ പണം അങ്ങനെ വഞ്ചിച്ചില്ലേ, ഇവന്റെ സ്ഥലം അങ്ങനെ പിടിച്ചെടുത്തില്ലേ, എല്ലാ വിവരവും ഫയുനബ്ബിഉകും ബിമാ കുൻതും. അതുകൊണ്ടാണ് ഈ ദുനിയാവ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മത്താഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന ലോകം കേട്ടോ. ഇതിന് ഹക്കില്ല. ഇത് മരിക്കാനുള്ള ബർസഖുൽ ആലമാണ് ഹക്ക്. അവിടുന്ന് അങ്ങോട്ടുള്ള യൗമുൽ ഖിയാമയാണ് ഹക്ക്. ബാക്കിയുള്ള ഇവിടെയുള്ള ഒന്നും ഹക്കല്ല. ഇവിടെ ഉള്ളപ്പോൾ എന്താ ഹക്ക്? നമ്മളെന്തോ വിചാരിച്ചില്ലേ, നല്ല ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, മരണം വരെ വിചാരിച്ചില്ലേ? നടക്കൂല. ആരോഗ്യം അല്ലാഹ് എന്ന വലിയ അനുഗ്രഹം. നിഅമത്താനി മഗ്ബൂനാൻ ഫീഹാ കസീറു മിനന്നാസ്, ധാരാളം ആളുകളും വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹം അല്ലാഹ് തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് അസിഹത്ത്, ആരോഗ്യ, രണ്ട് അൽ ഫറാഗ്, ഒഴിവ് സമയം. ഒഴിവ് സമയം കിട്ടാണ്ടേ രാവും പകലും അധ്വാനിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ വിചാരിച്ച്? ഒരു ഒഴിവ് സമയമില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിവ് എടുക്കുമ്പോഴും ഓനക്ക് ഒഴിവില്ല, മരണോട്ട. അത് ഉള്ള സമയത്തോ, ഒഴിവുള്ള സമയത്തോ അള്ളാനൊക്കെ എടുക്കല്ല, ഉള്ള സമയത്ത് ആഹ്ലാദിക്കുക. എങ്ങനെയെങ്കിലും പുളകം കൊള്ളണം. അതിനെന്ത് വയ്യുണ്ട്? ഒഴിവുള്ള സമയത്തൊന്ന് ഖുർആൻ എടുത്ത് ഓതുവോ? ഇല്ല. ഖുർആനൊക്കെ എടുക്കൽ നിർത്തിയില്ലേ? റമദാൻ കഴിഞ്ഞോട് ഖുർആൻ കയ്യിൽ നിർത്തി വെച്ചില്ലേ? അതാർക്ക് കൊടുത്ത്? ഇബ്ലീസിനോ ഖുർആൻ? മറ്റേ ഇവിടെ വെള്ളിയാഴ്ച ജുമാക്കെങ്കിൽ നേരത്തെ എന്നാ ഖുർആൻ ഓനെ കാണാം. മറ്റൊക്കെ ഇപ്പം എന്താ ഒക്കെ സൈഡായിട്ട് തന്നെ കുത്തിരിക്കുക. പിന്നെ പള്ളിയിൽ നേരത്തെ വന്നല്ല, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഖുർആനൊക്കെ വെച്ച് ഭയങ്കര ബഹളയിൽ എന്താ തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? തഹജ്ജുദ് വേണോ തറാവീഹ് വേണോ? അതിന്റെ ലേലേ. ഇപ്പൊ ലേലക്കാരൊക്കെ പോയി ഓലക്കോലയ്ക്ക് പോയി. കാരണം ഓൾ റമദാനികളാണ്. ഓലെന്തിനുള്ളതല്ല, റബ്ബിനെ ഓർത്ത് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഓലിപ്പം എന്തോ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. അല്ല, നരകമോചനമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, പിന്നെ സ്വർഗപ്രവേശനമുണ്ട്, പിന്നെ മാപ്പാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നാം വന്നു നോക്കുക. രാത്രിയുള്ള നിസ്കാരത്തിന് കൂടുതൽ പ്രതിഫലമുണ്ട്, ഒക്കെ ഉള്ളത് തന്നെ. പക്ഷെ വേറെ എന്തുണ്ട്? ഇതൊക്കെ എന്താ ദായമായിരിക്കണം. നമ്മളത് കഴിഞ്ഞില്ലേ? റമദാന് അതല്ലേ, റമദാന് മാത്രമല്ലത് ആണോ? തത്തജാഫ ജുനൂബുഹും അനിൽ മലാജി, കിടപ്പ് മുറിയിൽ നിന്ന് അവരുടെ ശരീരം രാത്രിയിൽ പൊങ്ങും. ഉണ്ടോ? ഇത് തത്തജാഫ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഭയത്തോടുകൂടി നരകപ്രവേശനം ഉണ്ടാവുമല്ലോ എന്ന ഭയം കൊണ്ട്, സ്വർഗപ്രവേശനം ഉണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ട് നിസ്കരിക്കുക. അതാണ് നിസ്കാരം, അതാണ് രാത്രി നിസ്കാരം കേട്ടോ. അല്ലാണ്ട് എന്തല്ല മറ്റേ ഇപ്പം തഹജ്ജുദ് വേണോ? മൗലവി ഏതാ നല്ലത്, അഫ്ളൽ ഏതാ? നമ്മളോട് നിങ്ങൾ തൽക്കാലം എല്ലാവരും ജമാഅത്ത് ഇവിടെ തറാവി നടക്കുമ്പോൾ അത് തക്കവ പോരാ, എനിക്ക് അത്ര പോരാ, എനിക്ക് കുറച്ചും കൂടി കൂടുതലുള്ളത് വേണം. പിന്നെ ഒരു ഇമാമിനും കൂടി കൊടുക്കണം, ഓനക്കതേ പടി കൊടുത്തോ ഉണ്ടല്ലോ. ഒരു ഇമാം ഇവിടെ ഉള്ളതുണ്ട്, അയാൾക്ക് തറാവി, വേറൊരു ഇമാമിനെ പുറത്തു കൊടുക്കുന്നു, അയാൾക്ക് തഹജ്ജുദ് അല്ലേ? എന്നിട്ട് അതിൻ്റെ കച്ചറില്ലേ ഒരുപാട്.
ഇപ്പം കച്ചവടമൊക്കെ തീർന്നില്ലേ? റമദാൻ കഴിഞ്ഞപ്പോൾ തഹജ്ജുദ് കഴിഞ്ഞോ? ചിന്തിക്ക്. തഹജ്ജുദ് നിസ്കരിച്ചാൽ ഇവിടെ പോയി ആ വാശിയൊക്കെ നടത്തിയിട്ട് എന്തെല്ലാം പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റിക്കോളി എന്ന് പറഞ്ഞപ്പം അത് പറഞ്ഞ പോലെ നേരെ കുതിര കയറിയില്ലേ. എന്തെങ്കിലും ഹൈറുണ്ടായിട്ടുണ്ടായിക്കോട്ടെ എന്നാ. അങ്ങനെയല്ല, എന്തെങ്കിലും ഹൈറാണെങ്കിൽ റസൂലുള്ള പഠിപ്പിക്കും. മാമിൻ യുക്കരീബുക്കുമിൽ ജന്ന വമാമിൻ യുബീദുക്കും അനിന്നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബി. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടാ പോയത്, പറയാണ്ട് പോയില്ല കേട്ടോ. അപ്പം അതിന് വെറുതെ വാശി പിടിക്കരുത്. പകരം അള്ളാഹിലേക്ക് അടുക്കാൻ എന്ത് വേണം? ഇപ്പം നിസ്കരിക്കാൻ നമ്മൾ തഹജ്ജുദാവട്ടെ, തറാവിയാവട്ടെ, രാത്രി നിസ്കാരത്തിനാണല്ലോ, ഖിയാമുൽ ലൈലാണ്. ആ നിസ്കാരം ഏതാവട്ടെ, ആരെങ്കിലും ഓർത്തി ഞാൻ എൻ്റെ അവസാനത്തെ നിസ്കാരം ഇല്ല, കൈയിട്ടുക, അങ്ങനെ നിൽക്കുക. ചിലവർ പകുതി ഉറക്കിലായിരിക്കും അല്ലേ. പിന്നെന്താ, ഇതിനൊക്കെ വന്നോൽക്കൊരു പ്രിയപ്പെട്ട മുത്തക്കീങ്ങളാണെന്ന് മറ്റുള്ളവരുടെ ഇടയിലൊരു ധാരണ ഉണ്ട്. ആ ധാരണ കിട്ടാൻ വേണ്ടി വരുന്നവരുണ്ട്. മനസ്സിലായി? പിന്നെ ഈത്തിക്കാഫ് ഇതൊക്കെ ഇപ്പം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞല്ലോ. ഈത്തിക്കാഫ് റമദാൻ മാത്രമേ ഉള്ളൂ അല്ലല്ലോ. നമുക്ക് അള്ളാഹിനെക്കുറിച്ച് ഓർക്കാൻ, മരണബോധം ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ, സംസ്കരിക്കാൻ, ഇതൊന്നും ഇബാദത്തൊന്നും നിന്നിട്ടില്ല. അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പോൾ കടകൾ ഇപ്പോഴും ഒന്നും ഉണ്ടാക്കുക അവിടെ ജുമാക്ക് വരുന്നുണ്ട്. ഒച്ചോട്ടത് ഞാൻ ഓലെ കുറ്റപ്പെടുത്തില്ല. ഓല് നേരെ മറിച്ച് റമദാനായപ്പം ഇവിടെ 12 മണിക്ക് വന്നിട്ട് ഫുള്ള് ആയി. ഇപ്പോഴോ ഇപ്പോൾ 12:45 എത്രയായത്? 12:15 അല്ലേ? 12:15 1:15 അല്ലേ? 1:15 ഇപ്പോഴും ഒന്നും ഉണ്ടാക്കുക. ഞാൻ ചിലപ്പോൾ എങ്ങാനും കുത്തുപ്പെങ്ങാനും കുറച്ചാണ്ടല്ലോ, ഇപ്പം വന്നവർക്ക് ജുമയുണ്ടാവില്ല. പിന്നെ ഓൻ എന്നെ കുറേ പറഞ്ഞിട്ടാ പോവുക. ഇയാൾ എന്നും നീട്ടിയ കുത്തുബ നടത്തുക. എന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇന്ന് കുത്തുബ കുറച്ചാൽ അല്ലേ കുറ്റപ്പെടുത്തുക. അതാ പറഞ്ഞത്. അപ്പോൾ അത് എന്തായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മരണത്തിൻ്റെ മുമ്പ് അള്ളാഹിലേക്ക് തിരിച്ചു നടക്കുക കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോകും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാനായ മനുഷ്യൻ, ഭൂമിയിൽ ജീവിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യൻ. നമ്മളൊക്കെ കാഴ്ചപ്പാടിൽ ആരാ ബുദ്ധിമാൻ? കയ്യീസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. ആരാ കയ്യീസ്? നമ്മൾ പറയുക ശാസ്ത്രജ്ഞൻ അല്ലേ, ചന്ദ്രലോകം കീഴടക്കുക അല്ലേ, അങ്ങനല്ലേ? പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ലോകം കീഴടക്കുക ബലക്കല്ലേ കയ്യീസല്ല. മൻ ദാന നഫ്സഹു, സ്വന്തം നഫ്സിനെ അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞവനാരോ അവനാ ബുദ്ധിമാൻ. ഈ ഭൂമിയിലെ ജീവിതത്തിലെ നഫ്സിന്റെ മോഹങ്ങളെ മാറ്റി നിർത്തിയ നമ്മളെ മോഹങ്ങൾ അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ഓനാ ബുദ്ധിമാൻ. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യും. വൽ ആജിസ് എന്നാ വിഡ്ഢിയോ, വിഡ്ഢിന്റെ ഡെഫിനേഷൻ എന്താ ഇസ്ലാമിൽ? മൻ അത്ബഅ നഫ്സഹു ഹവാ, സ്വന്തം ഇച്ഛകളെ ആഗ്രഹങ്ങളെ തേടിപ്പോവുക, അതിന്റെ പിന്നാലെ നടക്കുക. എന്നിട്ടോ വ തമന്ന അലല്ലാ, അതിന്റെ ശേഷം അള്ളാഹിന്റെ അടുത്ത് വിജയം ആഗ്രഹിക്കുക. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക, എന്നിട്ട് അള്ളാഹിനോട് ധാരിക്കുക. അങ്ങനെയല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് നിസ്കരിച്ചുകൊണ്ട് പഠിച്ചവനെ സ്വർഗം തന്നാൾ ഒക്കെ മാപ്പാക്കികൾ കഴിയൂലട്ടോ അല്ലേ? തോന്നിയ പോലെ ജീവിക്കുക. എന്നിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, അല്ലെങ്കിൽ ലോഹർ നിസ്കരിച്ചിട്ട്, അസർ നിസ്കരിച്ചിട്ട്, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. അപ്പം എന്താ ദ്വാരക്കുന്നത്? ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടോ ദ്വാരക്കാൻ? ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കേണ്ട ദ്വാരുന്നാലോ ഒരു വിഡ്ഢിയവേ, അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മരണം ആസന്നമാകുമ്പോഴോ ഹത്തായിദാ ജാഅ അഹദുൽ മൗത്ത്, മരണം ആസന്നമായാൽ അതുവരെ മോഹലോകത്ത് ജീവിച്ച് അള്ളാഹ്ക്ക് ജീവിതം കൊടുക്കാതെ അങ്ങനെ തോന്നിയതുപോലൊക്കെ ജീവിച്ച് മരണത്തിന്റെ സമയത്ത് ഇവൻ പറയാം, റബ്ബി ഇർജിഊനി, പടച്ചോനെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കണം, എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ഒരുപാട് വിട്ടേച്ചു പോയിട്ടുണ്ട് ഒരുപാട് നന്മകൾ, അതൊന്നും ചെയ്യാനാ പടച്ചോനെ മരണസമയത്ത് പറയാം. കുറേ നന്മകൾ ഞാൻ വിട്ടു എന്ന് മാത്രമല്ല, ഞാൻ ആ നന്മകളൊക്കെ പരിഹസിച്ചു, പുച്ഛിച്ചു. ആ നന്മകളൊക്കെ ഏതല്ല, എവിടുത്തെ അല്ല, എന്ത് ഇസ്ലാം, എന്ത് ദീന്, അങ്ങനെ പരിഹസിച്ചു. ഇനിയിപ്പോൾ എനിക്കെന്താ വേണ്ടത്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ആ ഉപേക്ഷിച്ചു പോയ എല്ലാ നന്മകളും വീണ്ടെടുക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹിന്റെ മറുപടി ആ മരണസമയത്ത് പിന്നെ അള്ളാഹിനോട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മഹാരസ്ഥ അഭിമുഖ സംഭാഷണം നടക്കുക, അള്ളയും മരിക്കുന്ന രോഗിയും തമ്മിൽ. അള്ളാഹിന്റെ മറുപടി എന്താ അറിയോ? കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് നീ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ്. ജോലിയില്ലാത്തവൻ പറഞ്ഞു, പഠിച്ചവനെ ജോലി കിട്ടിയാൽ ഞാൻ നന്നായിക്കോളാം പറഞ്ഞില്ലേ? രോഗം വന്നവൻ പറഞ്ഞു, ഈ രോഗം മാറിയാൽ ഞാൻ നന്നായിക്കോളാം. നന്നായോ? നന്നായില്ല, രോഗം മാറി. അങ്ങനെ പഠിച്ചവനെ കൊല്ലം പാസ്സായാൽ ഞാൻ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാം പറഞ്ഞില്ലേ? നടന്നോ? ഇല്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്. അത് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ്. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ
ഒമിൻ വറാഇഹിം ബർസഖ്, നിനക്കൊരു ബർസഖിയായ ലോകം വന്നു കഴിഞ്ഞു, ഇനി സമയമില്ല. അന്റെ ബർസഖ് വന്നു, അന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ഒരു മറ, അതാണല്ലോ ബർസഖ്. അത് വന്നു കഴിഞ്ഞു. അത് ഇനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാന നാൾ വരെ അന്റെ ജീവിതം ഇനി ബർസഖിലാണ്, അന്റെ ടൈം കഴിഞ്ഞു. അതല്ല അള്ളാഹ് പറഞ്ഞത് ജാഅത്ത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, അവിടെ പറഞ്ഞ ഹക്കാണ് ഉപയോഗിക്കുന്നത്. ഹക്കായ ഒരു മരണമുണ്ട് വരാൻ, മരണലഹരി. ദാലിക മാ കുൻത മിൻഹു തഹീദ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിമാനാവുക, മരണാന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക, മരണബോധം ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ട് എല്ലാവിധ നന്മകളും ഗുണങ്ങളും ലഭ്യമാകുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തെയും തേടി വരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഅ്മിനീന വഹദ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഹിയ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇപ്പോൾ നാം കേട്ടത് മരണവേളയിൽ അള്ളാഹുവിനോട് സംഭാഷണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇനി പരലോകത്തെയും ബർസഖുൽ ആലമിനെയും മരണത്തെയും ഒന്നും ചിന്തിക്കാതെ നന്ദി കെട്ടവനായി ജീവിച്ച ആളുകൾ, അവരെ പറ്റി അള്ളാഹ് പറയുന്നു. എന്താ അള്ളാഹ് പറയുന്നറിയോ? വല്ലദീന കഫറു ലഹും നാറു ജഹന്നം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് നന്ദി കെട്ടവനായി ജീവിച്ച ആളുകൾക്ക് ലഹും നാറു ജഹന്നം, അവർക്ക് നരകാഗ്നിയാണ്. ലാ യുഖ്ല അലൈഹിം ഫയമൂത്തു, അവർക്ക് മരണമില്ല, ഇനി മരണമില്ല. നരകത്തിന് കത്തിയാളുന്ന നരകത്തിൽ കേട്ട് ഇനി മരണമില്ല. ലാ യുഖ്ല അലൈഹിം ഫയമൂത്ത്, അവൻക്ക് മരിക്കാമായിരുന്നു ആഗ്രഹിക്കും, കഴിയൂല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, ഇതെല്ലാം കഴിഞ്ഞ് പരലോകത്ത് നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, ശിക്ഷ ഒരിക്കലും ലഘൂകരിക്കപ്പെടില്ല. ഇന്ന് സാധാരണഗതിയിൽ കുറേ ശിക്ഷിക്കുമ്പോൾ എന്തുണ്ടാവും? ഇന്ന റബ്ബക്ക ഇന്ന അദാബ റബ്ബിക്കൽ ഷദീദ്, റബ്ബിൻ്റെ ശിക്ഷ ഭയങ്കര കഠിനമാണ്, അത് നിർത്തൂല. കാരണം എന്താ? അപ്പോഴും ഈ മനുഷ്യന്മാർ പറയും റഹ്മാൻ റഹീമുമായ അല്ല റഹ്മാൻ റഹീമാണ്. ഇവിടെ നമ്മളോട് കാണിച്ചില്ലേ, നിങ്ങൾ 5 പൈസ കൊടുത്തോ, ഇപ്പോൾ ഞാൻ നിങ്ങൾ ഓക്സിജൻ എടുക്കുന്നുണ്ടല്ലോ, ഓക്സിജൻ കിട്ടാണ്ടായി നോക്കണം, ബില്ലവിടെ കൊണ്ടേ അടക്കണം അല്ലേ? ഒന്നുമില്ലാണ്ട് നടന്നില്ലേ, സംസാരിച്ചില്ലേ? അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, വായിക്കാൻ പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, ആശയ ആവിഷ്കരണ രീതി പഠിപ്പിച്ചു അല്ലേ? ഇതൊക്കെ തന്നാരാ അല്ലല്ലേ? നമുക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു അനുഗ്രഹമല്ലേ? കാണാൻ കണ്ണുന്നില്ലേ? അലം നജുഅല്ലഹു ഐനൈൻ, 2 കണ്ണുന്നില്ലേ? ഒരു ലിസാനും വശഫത്തൈൻ, ഒരു നാവും 2 ചുണ്ട് തന്നില്ലേ? അല്ല ചോദിക്കുക. ഇതൊക്കെ റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ്. എങ്ങനെ നോക്കൂ നിങ്ങൾ, കണ്ണില്ലാത്തവൻ കണ്ണുകൊണ്ട് തെറ്റും ചെയ്തില്ല, ഇല്ലാത്തവൻ. കണ്ണുള്ളവനോ ആ കണ്ണുകൊണ്ട് ഹറാമുകൾ ഒരുപാട് കണ്ടു കേട്ടു അല്ലേ? കാതില്ലാത്തവൻ, കേൾക്കാത്തവൻ, ഓന് കാതില്ലാത്തത് കൊണ്ട്, കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ഓന് ഹറാമുകൾ കേട്ടില്ല. കേൾക്കാൻ കഴിവുള്ളവനോ ഹറാമുകൾ കേട്ടു അല്ലേ? ഏറ്റവും കൂടുതൽ കേട്ടേതാ? ഏറ്റവും കൂടുതൽ കണ്ടതേതാ? ഓരോരുത്തരും ചിന്തിക്കുക. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും കരളും റബ്ബിൻ്റെ മുമ്പിൽ മറുപടി വരേണ്ട അവയവങ്ങളാണ്. വെറുതെ തന്നതല്ല, വെറുതെ തന്നില്ലേ ചോദിച്ചതുമല്ല. അതുകൊണ്ട് ലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അള്ളാൻ്റെ ശിക്ഷ ഒരിക്കലും അല്ല കുറയ്ക്കൂല. ഒരു നരകത്തിൽ കയറിയാൽ കുറച്ച് കഴിയുമ്പോൾ പാവല്ലേ, ഇനി കുറച്ച് അതിന് ഇങ്ങോട്ട് മാറ്റിയിടാം ഓനെ എന്ന് വിചാരിക്കില്ല. അതാ പറഞ്ഞത് ലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അള്ളാൻ്റെ ശിക്ഷയിൽ നിന്ന് ലഘൂകരണമില്ല, കുറയില്ല. ഖദാലിക നജ്സി കുല്ല കഫൂർ, എല്ലാ നന്ദി കെട്ടവർക്കും അങ്ങനെ അള്ളാഹ് പ്രതിഫലം കൊടുക്കും. നന്ദി കേടാണ് അതിൻ്റെ കാരണം. നന്ദി അള്ളാഹിനോട് കാണിക്കണം, ശുക്ർ വേണം. അതുണ്ടാവണം. എന്ത് വേണം? മരണബോധം വേണം ഉണ്ടാവും. പിന്നെ ഇനി നരകത്തിൽ വീണാലോ വഹും യസ്തരിഖൂൻ, അവർ ആർത്തട്ടഹസിക്കും. നരകത്തിൽ ഭയങ്കര നിലവിളിയാണ്. പാപികളായ ആളുകൾ നരകത്തിൽ ഒന്നായിട്ട് കൂട്ടായിട്ട് അള്ളാഹു നരകത്തിൽ നയിക്കുമെന്നറിയില്ലേ? സീക്കല്ലദീന കഫറു ഇലാ ജഹന്നമ സുംറ അല്ലേ? സുമറായിട്ട് കൂട്ടായിട്ടാണ് അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോവുക. ഓരോ കൂട്ടം, അത് ഓരോ കൂട്ടേതാ? ഒരു കള്ളുടിയൻ്റെ കൂട്ടം, ഒരു പലിശക്കാരൻ്റെ കൂട്ടം, ഒരു കള്ളൻ്റെ കൂട്ടം, ഒരു വഞ്ചകൻ്റെ കൂട്ടം, ഒരു കൊള്ളരുതായ്മകൾ ചെയ്തവൻ്റെ കൂട്ടം, അങ്ങനെ ഓരോ കൂട്ടങ്ങളായിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും. അവരെല്ലാം കൂടി അങ്ങോട്ട് നരകത്തിലെത്തുമ്പോഴേ വഹും യസ്തരിഖൂൻ, എല്ലാവരും കൂട്ടി കൂട്ട നിലവിളിയുണ്ടാവും.
യസ്തരിഖൂന ഫിഹ, എന്താ നല്ല വിളിച്ച് പറഞ്ഞു അറിയോ, റബ്ബന അഖ്രിജ്ന, ഒന്ന് പടച്ചോനെ നരകത്തിന് കഴിച്ചിലാക്കി, നഅമൽ സാലിയൻ, ഇനി സൽക്കർമ്മം ചെയ്തോളാം നരകത്തിലെത്തിയിട്ടേ. മരണാമ്യത്ത് തന്നെ പറഞ്ഞു നഅമൽ സാലിയൻ വൈറല്ലതീ കുന്നാ നഅമൽ, മരിക്കുന്നത് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത നന്മകൾ ചെയ്യാൻ. അതിനാ നിലവിളിച്ചിട്ട് അതാ പറഞ്ഞത്, ഇതുവരെ ചെയ്തിട്ടില്ല ആ നന്മകളൊക്കെ ഇനി ചെയ്യും പടച്ചോനെ. അപ്പം അള്ളാൻ്റെ മറുപടി, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാവുന്ന പ്രായം ഞാൻ നിനക്ക് തന്നില്ലേ, 10-60 വയസ്സ് നീ ഇവിടെ ജീവിച്ചില്ലേ, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് എല്ലാ സുഖവും അള്ളാഹ്ക്ക് എന്ത് കൊടുത്തു, ആ സമയത്ത് അള്ളാഹ്ക്ക് എന്ത് കൊടുത്തു, നിന്റെ ഈ പരലോക ജീവിതത്തിന് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു. ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ മൗലവിമാരുടെ കെട്ടുകഥകളാണ്. പരലോകമൊന്നുമില്ല, മനുഷ്യൻ ഇവിടെ ജീവിക്കുക മരിക്കുക, ആട് പോത്ത് മൂട്ട കൊതുവൊക്കെ പോലെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഒരു കൊതുവും ഒരു മൂട്ടയും ചന്ദ്രനിൽ പോയില്ല, ഉണ്ടോ? ഒരു മൂട്ടയും ഒരു കൊതുവും ഇവിടെ ചികിത്സക്ക് ഹോസ്പിറ്റലിൽ ഓടുന്നില്ല. ഇതൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യൻ അത് ചിന്തിക്കുന്നില്ല. മൂട്ടനെ പോലെയാണ് ഞാൻ, കൊതുവിനെ പോലെയെന്ന് പറയും. എന്നിട്ട് കുറേ ഇങ്ങനെ കുറേ വായിച്ചു വരുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു അറിയോ, പടച്ചോളിലേക്കൊന്നും മടക്കല്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം, എന്നാലേ ഇന്ന ഇലാ റബ്ബിക റുജാ, റബ്ബിലേക്ക് മടക്കണ്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഇബ്ലീസിന്റെ നാമത്തിൽ വായിച്ചാലോ ഒരുപാട് ഡിഗ്രി ഉണ്ടാവും, ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷേ സംസ്കാരം ജീവിത രീതിയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, നോക്കാം. അപ്പം അതാ പറഞ്ഞത്, അള്ളാഹ് ചോദിച്ചെന്താ, അവലം നുഅമ്മിറുക്കും, നാം ആയുസ് തന്നില്ലേ, മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഉറ്റാലോചിക്കാൻ പറ്റാവുന്ന പ്രായം. പിന്നെ വജാഅക്കും നദീർ, താക്കീതുകാർ വന്നില്ലേ, നര വന്നില്ലേ, രോഗം വന്നില്ലേ, ഇതൊക്കെ താക്കീതാണ്. വെറും ഖുർആനും വെറും പ്രവാചകന്മാരും മാത്രമല്ല, നമുക്ക് വരുന്ന രോഗങ്ങളൊക്കെ നമ്മുടെ നേരെ വരുന്ന താക്കീതാണ്. ഇതാ പോകാനായി ഓരോ രോഗവും, എന്തെല്ലാം ക്ഷീണം, എന്തെല്ലാം പ്രയാസം അല്ലേ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ താക്കീതുകളാണ്. ഈ താക്കീതുകളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ച് അള്ളാഹുവിലേക്ക് നടക്കണം. മരണം വരെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, മരണം ആസന്നമാകുന്നത് വരെ അള്ളാഹുവിൻ്റെ പാർശ്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കാനും മരണം പുൽകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ ഉമറാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹു പരീക്ഷണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ് ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ.